എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 353 ഭാഗം 13. ഇതിലെ ഒരു പുതിയ ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് അതിൻ്റെ ടൈറ്റിൽ ഞാൻ കൊടുക്കുന്നത് യുവർ സിബ്ലിങ്സ് ആർ ഫ്രം യുവർ പാസ്റ്റ് ലൈഫ്സ്. ഈ സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ ആര്? നമ്മുടെ കൂടപ്പിറപ്പുകൾ, അതായത് സഹോദരന്മാർ. നമുക്ക് അതായത് ഒരമ്മയ്ക്ക് ജനിച്ച മക്കൾ, ഈ കസിൻസ്, അതൊന്നുമല്ല ഞാൻ ഇവിടെ പറയുന്നത്. നമ്മുടെ കൂടെ പറന്ന നമ്മുടെ മൂത്ത ചേട്ടൻ, ഇളയ അനിയൻ, ചേച്ചി, അനിയത്തി, ഈ 4 ബന്ധങ്ങളെ കുറിച്ചാണ് സിബ്ലിങ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇംഗ്ലീഷിൽ ഒറ്റ വാക്കേ ഉള്ളൂ, അല്ല ബ്രദർ സിസ്റ്റർ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ സിബ്ലിങ്സ്, നമ്മുടെ കൂടപ്പിറപ്പുകൾ. അതിൽ ഒരു വലിയൊരു പോയിൻ്റാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതായത് നമുക്ക് ഈ ജന്മത്ത് ഉള്ള സിബ്ലിങ്സ്, കൂടപ്പിറപ്പുകൾ ഈ ജന്മത്ത് മാത്രമല്ല, എത്രയോ ജന്മങ്ങളായിട്ട് അവർ നമ്മളുടെ കൂടെ തുടർന്ന് വരുന്നുണ്ട്. അതായത് നമ്മുടെ പാസ്റ്റ് ലൈഫ്സിലും, അതായത് ഇതിൻ്റെ മുൻജന്മത്തും അതിൻ്റെ മുൻജന്മത്തും ഇങ്ങനെ കുറേ ജന്മങ്ങളായിട്ട് പാസ്റ്റ് ലൈഫ്സ് നമ്മുടെ കടന്ന കാലങ്ങളിലൊക്കെ, കടന്ന കാലം എന്ന് വെച്ചാൽ ഈ ജന്മത്തല്ല, കടന്ന കാലമല്ല, കടന്ന ജന്മങ്ങളിലെല്ലാം കൂടെ ഇവർ നമ്മളുടെ കൂടെ ഒന്നിച്ച് യാത്ര ചെയ്യുമായിരുന്നു. അങ്ങനെ ഈ ജന്മത്തും നമുക്ക് സിബ്ലിങ്സായിട്ട് വന്നു ചേർന്നു. ഇത് ഒരു പുതിയ അറിവായിരിക്കും ഒരുപാട് പേർക്ക്. എന്താ വെച്ചാൽ നമ്മൾ ഇതുവരെ കണ്ടത്, നമ്മളാണ് നമ്മളുടെ അമ്മയെ തിരഞ്ഞെടുത്തത്, സെലക്ട് ചെയ്തത്, അച്ഛനെ ചൂസ് ചെയ്തത് നമ്മളാണ്, ഏത് കുടുംബത്തിലാണ് ജനിക്കേണ്ടതെന്നും നമ്മളാണ് സോൾ പ്ലാനിങ് സമയത്ത് തീരുമാനിക്കുന്നത്. അതേപോലെ ആരാര് നമുക്ക് സഹോദരങ്ങളായിട്ട് വരണം, അതും നമ്മളുടെ സോൾ പ്ലാനിങ്ങിലുള്ളതാണ്. അതും ഓക്കെ, ശരി, സോൾ പ്ലാനിങ്ങിൽ എനിക്കിങ്ങനെ ഒരു ചേട്ടൻ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അനിയത്തി വേണം, അതും ഓക്കെ. പക്ഷേ ഇതിൽ ഒരുപാട് പേർക്ക് അറിയാൻ വയ്യാത്ത ഒരു സംഗതി എന്ന് പറയുന്നത്, ഈ ജന്മത്ത് കിട്ടിയ സിബ്ലിങ്സ് ഈ ജന്മത്ത് മാത്രം ഉണ്ടായ ബന്ധങ്ങളല്ല, ഇത് നമ്മളുടെ മുൻജന്മങ്ങളിൽ പോലും അവർ നമ്മളുടെ കൂടെയാണ് യാത്ര ചെയ്തിട്ടുള്ളത്. ആ സോൾസ്, അതായത് ഇതും ഒരു സോൾ അഗ്രിമെൻ്റാണ്. അതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ചില സോൾസുകൾ ഒന്നിച്ചിരുന്ന് പ്ലാൻ ചെയ്യും. അപ്പം ഓക്കെ, എനിക്കിങ്ങനെ ഒരു ചേട്ടൻ വേണം, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു അനിയത്തി വേണം, എന്നെ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ഒരു മൂത്ത ചേട്ടനായിരിക്കണം ഇദ്ദേഹം, അല്ലെങ്കിൽ ഞാൻ കൊണ്ട് നടക്കുന്ന, ലാളിച്ച് നല്ല സ്നേഹത്തോട് കൊണ്ട് നടക്കുന്ന ഒരു അനിയത്തിയായിരിക്കണം. അങ്ങനെ ഒരു സോൾ പ്ലാനിങ്ങിലാണ് പോകുന്നത്. അപ്പം പാസ്റ്റ് ലൈഫ്സിൽ നമ്മുടെ മുൻജന്മങ്ങളിലും നമുക്ക് ഈ സിബ്ലിങ്സായിട്ട് കൂടപ്പിറപ്പുകളായിട്ടുള്ളവരാണ് ഇപ്പോഴും നമ്മുടെ കൂടെ വരുന്നു എന്ന് പറയുമ്പം, ഇപ്പം എനിക്കൊരു ചേട്ടനുണ്ട്, എനിക്കൊരു അനിയത്തിയുണ്ട്. അപ്പം മുൻജന്മങ്ങളിലും ഈ ചേട്ടൻ തന്നെ എനിക്ക് ചേട്ടനായിട്ടിരുന്നിരിക്കണമെന്ന് ആവശ്യമില്ല. അനിയനായിട്ടിരുന്നിരിക്കാം, അനിയത്തിയായിട്ടിരുന്നിരിക്കാം, അല്ലെങ്കിൽ വേറെ ഒരു ബന്ധത്തിലും കൂടെ ആയിരിക്കാം. അതായത് ഒരു അച്ഛനായിരുന്നിരിക്കാം, അല്ലെങ്കിൽ മകനായിരുന്നിരിക്കാം, ചിറ്റപ്പനായിരുന്നിരിക്കാം, അല്ലെങ്കിൽ കുഞ്ഞമ്മയായിരുന്നിരിക്കാം, അപ്പച്ചിയായിരുന്നിരിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ കണക്റ്റഡ് ആയിരുന്നിട്ടുണ്ട് പല മുൻജന്മങ്ങളിൽ. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ജന്മത്തും നമുക്ക് ഇവരെയൊക്കെ നമ്മുടെ കൂടപ്പിറപ്പുകളായിട്ട് കിട്ടിയിരിക്കുന്നത്. അതായത്
ഒരു സോൾ എന്ന് പറയുന്നത്, ഒരു ആത്മാ എന്ന് പറയുന്നത് പല ജന്മങ്ങളെടുക്കുന്നു, പല സ്ഥലങ്ങളിൽ ജനിക്കുന്നു. ഈ ഡോക്ടർ വെയ്സിൻ്റെ അടുത്ത് ഹിപ്നോതെറപ്പി ചെയ്തവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. 1901 ഞാൻ ഇംഗ്ലണ്ടിൽ ജനിച്ചു, അല്ലെങ്കിൽ 18-ാം നൂറ്റാണ്ടിൽ ഞാൻ ഈജിപ്തിലായിരുന്നു. അതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ ആവശ്യത്തിന് കണ്ടു. മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് എന്നുള്ള ബുക്ക് റിവ്യൂ ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ കൂടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റി. അപ്പം അത് തന്നെയാണ് നമുക്കും നടക്കുന്നത്. അപ്പം ഒരു പ്രാവശ്യം അമേരിക്കയിൽ ജനിക്കുന്നു, ഒരു പ്രാവശ്യം ഈജിപ്തിൽ ജനിക്കുന്നു, ഒരു പ്രാവശ്യം ഇംഗ്ലണ്ടിൽ ജനിക്കുന്നു, ഒരു പ്രാവശ്യം ഇന്ത്യയിൽ ജനിക്കുന്നു. അങ്ങനെ പിന്നെ ചില സമയം സ്ത്രീ രൂപത്തിൽ ജനനം എടുക്കുന്നു, ചില സമയം പുരുഷ രൂപത്തിൽ ജനനം എടുക്കുന്നു. എന്നുവെച്ചാൽ ഈ ഓരോ ജന്മത്തും പല റോളുകളാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്. അത് നമുക്കെല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി. ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും മകളാണ്, അതേസമയത്ത് എൻ്റെ മക്കൾക്ക് ഞാൻ അമ്മയാണ്, എൻ്റെ കൊച്ചുമോക്ക് അമ്മൂമ്മയാണ്, എൻ്റെ ചേട്ടന് അനിയത്തിയാണ്, എൻ്റെ അനിയത്തിക്ക് ചേച്ചിയാണ്. അങ്ങനെ പല റോളുകൾ ഓരോ ആത്മായും കളിക്കുന്നുണ്ടെന്ന് വെച്ചാൽ പല റോളുകൾ പ്ലേ ചെയ്താണ് പല പാഠങ്ങൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ബന്ധങ്ങളാണ് വളരെ ഇമ്പോർട്ടൻറ്റ്, വളരെ പ്രാധാന്യപ്പെട്ട ഒരു ഘടകം. അതായത് നമ്മളുടെ സ്പിരിറ്റ് എവല്യൂഷന്, അതായത് നമ്മളുടെ സോളിൻ്റെ പരിണാമ വളർച്ചയ്ക്ക് ഈ റിലേഷൻഷിപ്സ് എല്ലാം നമുക്ക് വേണം. നമ്മൾ ഒറ്റയ്ക്ക് വരുന്നു, ഒറ്റയ്ക്ക് ജനിക്കുന്നു, ഒറ്റയ്ക്ക് പോകുന്നു, ആരെയും തുണയ്ക്ക് കൊണ്ടുപോകാനൊക്കത്തില്ല. അത് പ്രകൃതി തത്വമാണ്. അങ്ങനെയുള്ളപ്പം നമുക്ക് ഈ എർത്ത് ഈ ഭൂമി എന്ന് പറയുന്നത് ഒരു ക്ലാസ് റൂമാണ്, സമ്മതിച്ചു. ഞാൻ ഒറ്റയ്ക്ക് വരുന്നു, ഒറ്റയ്ക്ക് പോകുന്നു, സമ്മതിച്ചു. പിന്നെ ഇടയിൽ ഇത്രയും ബഹളവും ആർപ്പാട്ടവും വഴക്കും സ്നേഹവും, ഒന്നുചേരുന്നു, അടിച്ചു പിരിയുന്നു, ഇത്രയും ബഹളങ്ങൾ എന്തിനാ? ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ട് ഒറ്റയ്ക്ക് ജീവിച്ചിട്ട് ഒറ്റയ്ക്ക് അങ്ങ് പോയാൽ പോരെ, എത്ര സ്വസ്ഥമായിട്ടിരുന്നിരുന്നേന് എന്ന് വിചാരിച്ചാൽ അതല്ല കാര്യം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എന്താ വെച്ചാൽ നമുക്ക് പല രീതിയിലും പല ഘട്ടങ്ങളിലും പലരെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ ഭൂമിയിലുള്ളത്. ഓക്കെ, ജനിച്ചാൽ ഉടനെ ആ കുഞ്ഞ് പാലിന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി അമ്മയെ ചാർന്ന് ജീവിക്കുന്നു, അമ്മയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നു. പിന്നെ അച്ഛൻ, പിന്നെ സഹോദരികൾ, ഇവരൊക്കെ ഉണ്ടെങ്കിലേ അവരുടെ ലൈഫ് ഒന്ന് കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഒരു ഫുൾ ജീവിതം ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ബന്ധങ്ങളെല്ലാം നമ്മളെ ചുറ്റി വേണം. എന്തുകൊണ്ട് വേണമെന്ന് വെച്ചാൽ വേറെ ഒന്നിനുമല്ല, അവർ തരുന്ന സുഖത്തിനോ അവർ തരുന്ന ദുഃഖത്തിനോ ഒന്നുമല്ല. ഈ സുഖം ദുഃഖമെല്ലാം ഒരുവിധം നമ്മളായിട്ട് വരുത്തി വയ്ക്കുന്നതാണ്. അപ്പം എന്തിനാ അവർക്ക് വേണം, എന്തിനാ പിന്നെ ഇത്രയും ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ പാഠങ്ങൾ പഠിക്കാം. ഈ ബന്ധങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നത്. അപ്പം ഇവിടെ നമ്മുടെ യോഗാനന്ദ പരമഹംസ പറയുന്നത്, ഈ നിങ്ങളുടെ സിബ്ലിങ്സ് ഉണ്ടല്ലോ, അവരും നിങ്ങളുടെ മിറർ റിഫ്ലക്ഷനാണ്. എങ്ങനെ അമ്മയെക്കുറിച്ച് പറഞ്ഞോ, എങ്ങനെ അച്ഛനെക്കുറിച്ച് പറഞ്ഞോ, അതുപോലെ നമ്മുടെ സഹോദരന്മാരും നമ്മളെ കാണിക്കുന്ന ഒരു കണ്ണാടിയാണ്. നമ്മളുടെ രൂപത്തിനെ പ്രതിഫലിക്കുന്ന ഒരു കണ്ണാടിയായിട്ടാണ് നമ്മളുടെ കൂടപ്പിറപ്പുകളെ നമ്മൾ കാണേണ്ടത്. അതായത് അവരും നമുക്ക് പല പാഠങ്ങൾ പഠിപ്പിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്.
ഇപ്പം വേറൊന്നുമില്ല. ഇപ്പം നമ്മുടെ ഒരു മൂത്ത ചേട്ടനുണ്ട്, നല്ല സ്നേഹമായിട്ട് നമ്മളെ കൊണ്ടു നടക്കുന്നു. അപ്പോൾ ആ സ്നേഹത്തിനെ സ്വീകരിക്കാൻ നമുക്ക് അറിയണം. അതിന് നമ്മൾ ആർക്കോ നല്ല രീതിയിൽ അതേ രീതിയിൽ നമ്മൾ ഏതോ ഒരു ജന്മത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ജന്മത്ത് അത് നമ്മളുടെ ഒരു മൂത്ത സഹോദരൻ്റെ രൂപത്തിൽ വന്ന് നമുക്ക് ഒരു മനസ്സിനൊരു ഹിതമായിട്ടുള്ള ഒരു സ്നേഹം തരുന്നു. അഡ്വൈസ്, ഉപദേശം ചെയ്യേണ്ട സമയത്ത് ഉപദേശിക്കുന്നു, സഹായിക്കേണ്ട സമയത്ത് സഹായിക്കുന്നു, നല്ല സ്നേഹം കാണിച്ച് നമ്മളെ ഒരു നല്ല ഒരു രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു മൂത്ത സഹോദരൻ. നമ്മളത് കൊടുത്തു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ജന്മത്തെ അതിനെ അനുഭവിക്കുന്നു. അപ്പോൾ അതിനെ സ്വീകരിക്കാനും അതിനെ ആസ്വദിക്കാനും പഠിക്കണം. ചില ചേട്ടന്മാരോ ചേച്ചിമാരോ നമ്മൾ അനിയത്തിമാരോ അങ്ങനെയല്ല, വഴക്കിടുന്ന കൂട്ടത്തിലായിരിക്കും. അപ്പം വഴക്കിടുന്നത് പോലും നമുക്ക് ചില പാഠങ്ങൾ പഠിപ്പിക്കാനാണ്. അതായത് ഒന്നുമല്ല, നമ്മളുടെ സോളിന് ചില കാര്യങ്ങൾ പഠിച്ച് അതിനെ അനുഭവിച്ച് വേണം പഠിക്കാൻ. വെറുതെ ഈ എന്തുവാ പുസ്തകത്തിലുള്ള പശു പുല്ല് തിന്നത്തില്ല എന്ന് പറയുന്ന പോലെ ഈ നമ്മൾ ഒരു കോടി പുസ്തകങ്ങൾ പഠിച്ചാലും വായിച്ചാലും കിട്ടാത്ത ഒരു അനുഭവം നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മളുടെ ജീവിതത്തിൽ നടക്കുമ്പം നമുക്ക് പഠിക്കാൻ പറ്റും. അതാണ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ. ആ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ, ആ ഫീലിങ്സ്, ആ ഇമോഷൻസ്, അതിനെ അറിയാനും അതിനെ മനസ്സിലാക്കിയെടുക്കാനും ഒക്കെയാണ് ഈ ബന്ധങ്ങൾ. ഓക്കെ. അപ്പം വേറൊരു കാര്യമുണ്ട്. അപ്പം ഈ ബന്ധങ്ങളെല്ലാം ആ ലെവലിലേ കാണാവൂ. നമ്മളാണ് അതിനെ ഭയങ്കരമായിട്ട് അതിനെ ഹൈപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് അളവിന് മീറി ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. എത്ര സഹോദരന്മാർ സന്തോഷമായിട്ട് ഒരുമിച്ച് കരുത്തൊരുമിച്ച് ഒരു കുടുംബത്തിൽ ജീവിക്കുന്നു. അതൊക്കെ ഇപ്പോഴൊക്കെ വളരെ കുറവാണ്. അതും ഇപ്പം എണ്ണങ്ങൾ കുറഞ്ഞു വരുന്ന സമയമാണ്. ഒരു വീട്ടിൽ ഒന്നോ ഒരു മുറിയോ എന്ന് പറയുന്ന പോലെ ഒരാൾ അല്ലെങ്കിൽ 2 പേര് കൂടിപ്പോയാൽ. പക്ഷേ ആ 2 പേരിൽ തന്നെ എപ്പോഴും പോട്ടിയെന്ന് വെച്ചാൽ മത്സരം. നീ വലുതോ ഞാൻ വലുതോ, നിനക്കെന്തോ കിട്ടി എനിക്കെന്തോ കിട്ടി. അത് കൊച്ചിലേ തൊട്ടേ വഴക്കിട്ട് വലുതാകുമ്പം ഈ വഴക്കിടുന്ന രീതി തന്നെ വരുന്നു ഒടുക്കം വരെ. നിനക്കെത്ര സ്വത്ത് കിട്ടി, എനിക്കെത്ര സ്വത്ത് കിട്ടി. ഈ സ്വത്തിൻ്റെ പേരിൽ വഴക്കിട്ട് അടിച്ച് പിരിയുന്ന സഹോദരന്മാർ എത്രയോ പേരുണ്ട്. മറ്റവരുടെ സ്വത്തിനെ അപഹരിക്കാൻ വേണ്ടി, മറ്റവരെന്ന് വെച്ചാൽ വെളിയാളല്ല, തൻ്റെ കൂടപ്പറപ്പുകളെ തന്നെ കബളിപ്പിച്ച് കോർട്ട് വരെ പോകുന്ന ആൾക്കാരുണ്ട് സ്വത്തിന് വേണ്ടി. അവരുടെ ഭാഗവും കൂടെ നമുക്ക് എങ്ങനെ അപഹരിച്ചെടുക്കാം, എങ്ങനെ കൈക്കലാക്കാം എന്നുള്ള ഒരു ചിന്ത. ഇപ്പം കൊച്ചിലേക്ക് അമ്മ എൻ്റെ സഹോദരന് കൂടുതൽ കൊടുക്കുന്നു. ആർക്കാ അമ്മ കൂടുതൽ സ്നേഹം കാണിക്കുന്നത്? എനിക്ക് കിട്ടുന്നോ സ്നേഹം, അവനാണോ കൂടുതൽ കിട്ടുന്നത്? എൻ്റെ അനിയനാണോ കൂടുതൽ, എൻ്റെ അനിയത്തിക്കാണോ കൂടുതൽ സ്നേഹം, അതോ എനിക്കാണോ? ആ മത്സര ബുദ്ധി എന്ന് പറയുന്നത് കൊച്ചിലേ തുടങ്ങുന്നു. പിന്നെ ഈ അമ്മമാരും അങ്ങനെ. ഒരമ്മയ്ക്ക് 3 മക്കളുണ്ടെങ്കിൽ 3 പേരെയും ഒരുപോലെ സ്നേഹിക്കത്തേയില്ല, സ്നേഹിക്കാൻ അറിഞ്ഞുകൂടാ. അതിനും പല കാരണങ്ങളുണ്ട്. ഞാനും ഒരമ്മയാണ്, എനിക്കും 2 മക്കളുണ്ട്, ഒരാണും ഒരു പെണ്ണും. എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിയില്ലെങ്കിലും എൻ്റെ പെരുമാറ്റം കണ്ടിട്ട് മറ്റവർ പറയുന്നുണ്ട്, ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നീ പറയുന്നു നിനക്ക് 2 മക്കൾ 2 കണ്ണിനെ പോലെയാന്ന്, പക്ഷേ നിൻ്റെ പെരുമാറ്റത്തിൽ വ്യത്യാസമുണ്ട്.
രണ്ടുപേരെയും നീ ഒരുപോലല്ല നോക്കുന്നേ. അപ്പം അത് സത്യമായിരിക്കാം, അത് ചിലപ്പോൾ എനിക്കറിഞ്ഞുകൂടായിരിക്കാം, പക്ഷേ വെളിയിൽ കാണുന്നവർക്ക് അതറിയുന്നുണ്ട്. അതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരാകുമ്പോൾ അവർ ചൂണ്ടിക്കാണിക്കും. അതിന് നമ്മൾ നന്ദിയോടെ അതിനെ സ്വീകരിക്കാൻ പഠിക്കണം. ഓക്കെ, അപ്പം ശരിയാ, നമുക്ക് മനസ്സ് ഉള്ളിൻ്റെ ഉള്ളിലില്ലെങ്കിൽ പോലും ചിലപ്പം അവരുടെ രീതി വെച്ചായിരിക്കും നമ്മൾ അവരുടെ അടുത്ത് സ്നേഹം കാണിക്കുന്നത്. ചില സ്ഥലത്ത് കൂടുന്നു, ചില സ്ഥലത്ത് കുറയുന്നു. അവർ നമ്മളെ അടുത്ത് എങ്ങനെ പെരുമാറുന്നു അതും ഒരു കാര്യമായിരിക്കാം. അപ്പം ഈ സ്നേഹം, ഈ വഴക്കിടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കുന്നു, സ്നേഹം കൊടുക്കുന്നു, സ്നേഹം വാങ്ങിക്കുന്നു, ഇതെല്ലാമേ ഈ ലൈഫ് ടൈംസായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ജന്മത്ത് നമുക്ക് കിട്ടാത്തത് ചിലപ്പോൾ അടുത്ത ജന്മത്ത് കിട്ടുമായിരിക്കും. ഒരു ചില ജന്മങ്ങളിൽ നമ്മൾ കൊടുത്ത് പഠിക്കാത്തത് ചില ജന്മങ്ങളിൽ കൊടുത്ത് പഠിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. അപ്പം ഇതെല്ലാമേ പാഠങ്ങൾ പഠിപ്പിക്കാനാണ് എന്നുണ്ടെങ്കിൽ അതിന് അത്രയും വിലയെ കൊടുക്കാവൂ. അത്രയും വില കൊടുക്കാവൂന്ന് വെച്ചാൽ ഒരു ലെവലിന് മേറി അതിൽ ഇൻവോൾവായി പോകരുത്. അതായത് ഈ സ്വത്ത് കാര്യത്തിന് കൂടപ്പറപ്പുകളെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് പിരിഞ്ഞ് കോർട്ടിൽ പോകുന്ന ലെവലിനൊന്നും നമ്മൾ പോകാൻ പാടില്ല. വായ കൊണ്ട് പറഞ്ഞ് തീർക്കേണ്ടത് അവിടെ തന്നെ വെച്ച് തീർക്കുക, അതോടെ ശരി. നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടും, നമുക്ക് വിധിച്ചത് നമുക്ക് കിട്ടും. അവ അപഹരിച്ചുകൊണ്ട് പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങ് വിടണം. ഒരു ലെവലിന് മേളിൽ അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കരുതെന്നാണ് എനിക്കിപ്പം തോന്നുന്നത്. ഇപ്പം എനിക്ക് എൻ്റെ ചേട്ടൻ നല്ല സ്നേഹം കാണിക്കുന്നു, ഓക്കെ, സന്തോഷം. സ്നേഹം കാണിക്കാത്ത ഒരു ചേട്ടനായിരുന്നു ഒന്ന് വെച്ചോണം. അപ്പം നമ്മൾ ഒരു സ്നേഹമില്ല നമുക്ക്. ഒരു ചേട്ടനായിട്ടിരുന്ന് എന്ത് പ്രയോജനം, അല്ലെങ്കിൽ ഒരു ചേച്ചിയായിട്ടിരുന്ന് എന്ത് പ്രയോജനം? ഒന്ന് നമുക്കൊരു നല്ല വാക്ക് പറയാൻ, ആവശ്യത്തിന് ഒരു അഡ്വൈസ് തരാൻ പോലും അവൾക്ക് മനസ്സില്ല, അവൾക്ക് നമ്മളുടെ അടുത്ത് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല എന്ന് തോന്നിയാൽ അതും നമുക്കൊരു പാഠം പഠിക്കാനാണ്. അപ്പം നമുക്ക് കിട്ടാത്തത് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കണം. പക്ഷേ അതിനു വേണ്ടി നമ്മൾ ഒരുപാട് മനപ്രയാസപ്പെടരുത്. അപ്പം നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ചേച്ചി അടുത്തൊന്നും സ്നേഹം കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ അനിയത്തെ അടുത്തൊന്നും സ്നേഹം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ ഒരു പാഠം നമ്മൾ പഠിക്കാനുണ്ട്. നമ്മളുടെ പരിഹരിക്കപ്പെടാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അതിനെ പരിഹരിക്കാൻ വേണ്ടിയാണ് അവർ ഈ രീതിയിൽ പെരുമാറുന്നത്. അതിൻ്റെ അർത്ഥമാണ് മിറർ റിഫ്ലക്ഷൻ. നമുക്ക് നല്ലത് കിട്ടുമ്പം സ്വീകരിക്കുക, കിട്ടാത്തപ്പം എന്തുകൊണ്ട് എന്ന് നമ്മളുടെ ചോദ്യം ചോദിക്കണമെന്നല്ലാതെ അവരെ കുറ്റപ്പെടുത്തരുത്. കണ്ടോ, ഈ ചേച്ചി എന്നെക്കാട്ടിലും 10 വയസ്സിന് മൂത്തതാണ്. നമ്മളുടെ അടുത്ത് ഒരു സ്നേഹം അതൊന്നുമില്ല, നമുക്ക് അവരുടെ കാര്യം. അതും ചിലരുണ്ട്, ചില സിബ്ലിങ്സ്, ചില സഹോദര സഹോദരികൾ കൊച്ചിലെ എപ്പോഴും വഴക്കായിരിക്കും, പക്ഷെ വലുതാവുമ്പം നല്ലപോലെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ചില വീടുകളിൽ കൊച്ചിലെ എല്ലാം ഭയങ്കര ഷെയറിങ്ങും കെയറിങ്ങും ഒക്കെ ആയിരിക്കും, വലുതാകുമ്പം എല്ലാം ഞാൻ, എൻ്റെ കുടുംബം, എനിക്ക് എന്നാകുമ്പം മറ്റവരെ മൈൻഡ് ചെയ്യത്തില്ല. മൈൻഡ് ചെയ്യാതെ ഇരുന്നാലും സാരമില്ല, അവരെ കുറ്റപ്പെടുത്തുക, അങ്ങനെയൊക്കെ. അപ്പം എല്ലാം കൊണ്ടും ഇതിൽ ഇനിയൊരു കാര്യം ഞാൻ പറയുന്നത്, ഈ ബന്ധങ്ങളെ കുറിച്ചെല്ലാമാണല്ലോ നമ്മളിപ്പോൾ നോക്കുന്നത്. നമ്മുടെ കർമ്മയാണ് ഈ ബന്ധങ്ങളെയെല്ലാം കൊണ്ടുവരുന്നത്. പക്ഷേ തമിഴിലൊരു ചൊല്ലുണ്ട്, താമരയിലയിലെ തണ്ണി പോലെ ജീവിക്കണം. തണ്ണി എന്ന് വെച്ചാൽ വെള്ളം, എല്ലാവർക്കും അറിയാം. തണ്ണി എന്ന് പറയുന്നത് തണ്ണീർ,
എന്ന് പറയുന്നത് തമിഴ് വാക്കാണ്. തണ്ണീർ എന്ന് വെച്ചാൽ വെള്ളം. അപ്പം ഈ താമര ഇലയിൽ വെള്ളം എങ്ങനെയായിരിക്കും? ഒരു മുത്തുപോലെ ചെറിയ ചെറിയ ഡ്രോപ്സ് മുത്തായിട്ടിരിക്കും. ആ താമര ഇലയിൽ ആ വെള്ളം, ആ മുത്ത് ഡ്രോപ്സ് ഒരേ സ്ഥലത്ത് നിൽക്കത്തില്ല. അതിങ്ങനെ ഓടി വെള്ളത്തിൻ്റെ മൂവ്മെൻറ്റ്സിനേറ്റ പോലെ, കാറ്റടിക്കുന്നതിനേറ്റ പോലെ അത് എവിടെയും ഇലയിൽ തന്നെ ഇരിക്കും. പക്ഷേ ഇലയിൽ ഒട്ടിയിരിക്കത്തില്ല. അറ്റാച്ച്ഡായിട്ട് ഒരു സ്ഥലത്ത് പെർമനൻ്റായിട്ട് നിൽക്കത്തില്ല. കാറ്റിനേറ്റ പോലെ, ഇല അനങ്ങുന്നതിൻ്റെ ഏറ്റ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അനങ്ങി കിടക്കും. അതിൻ്റെ പേരാണ് താമര ഇലയിലെ തണ്ണി. അപ്പം അതുപോലെ വേണം നമ്മൾ ജീവിക്കാൻ പഠിക്കാൻ. എല്ലാം നമുക്ക് സന്തോഷമായിട്ട് കിട്ടുന്നോ? ഓക്കെ, അനുഭവിക്കുക. നമ്മൾ അതുപോലെ പ്രതികരിക്കുക. കിട്ടിയില്ലയോ, അതിനെക്കുറിച്ച് ഒരു കംപ്ലൈൻറ്റും വേണ്ട, ഒരു കുറ്റാരോപണവും വേണ്ട. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ വേണ്ട, വിട്ടേരെ, അത്രയേ ഉള്ളൂ. ഇതൊന്നും പെർമനൻ്റ് അല്ല. ഒന്നുമേ നിരന്തരമായിട്ട് ഇവിടെ ഇരിക്കാൻ ഉള്ളതല്ല. നമ്മളാരും തന്നെ ഇവിടെ നിരന്തരമായിട്ട് ഇരിക്കാൻ പോകുന്നില്ല. പിന്നെ എന്തിനാ ഇത്രയും പല കാര്യങ്ങളുടെ പേരിലും വഴക്ക്? അങ്ങനെയൊക്കെ കുറച്ചുകൂടെ ബ്രോഡായിട്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് സ്വസ്ഥത കിട്ടും. ഓക്കെ, നമ്മളുടെ സഹോദരങ്ങളെല്ലാം പല ജന്മങ്ങളായിട്ട് നമ്മളെ തുടർന്നു വരുന്നു. അവർക്കും നമ്മളുടെ പുറത്ത് പല കംപ്ലൈൻറ്റ്സ് കാണും. നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ അവർക്ക് പിടിച്ചെന്ന് വരും, ചില സമയം പിടിച്ചില്ല എന്ന് വരും. ഇല്ലയോ? മറ്റവരെ മാത്രം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമ്മളെങ്ങനെ അവരുടെ അടുത്ത് പെരുമാറുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഇല്ലയോ? അപ്പം ആരെയും നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. നോ ജഡ്ജ്മെൻറ്റ്സ്. ഈ ജഡ്ജ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒരാൾ ഇയാളാകുമ്പം ഇങ്ങനെയാണ് എന്ന് മുദ്ര കുത്താൻ പാടില്ല. ഫൈനലായിട്ട് ജഡ്ജ്മെൻ്റ് എന്ന് വെച്ചാൽ എന്തുവാ? കോടതിയിൽ ഒരു ജഡ്ജ്മെൻറ്റ്, ഒരു വിധി വരുന്നു. അതിന് പിന്നെ അതിനകത്ത് ആർക്കും കൈ കടത്താൻ ഒക്കത്തില്ല, അതിനകത്ത് ഒരു മാറ്റം വരുത്താൻ ഒക്കത്തില്ല. ഇല്ല, ആ കോർട്ടിനെ സംബന്ധിച്ചവരെ, ആ കോടതിയെ സംബന്ധിച്ചവരെ ആ ജഡ്ജ്മെൻറ്റാണ് ഫൈനൽ. അതിന് മേളിൽ നിങ്ങൾക്ക് വേറെ ഹയർ കോർട്ടിൽ പോകാം, അപ്പീലിന് പോകാം. പക്ഷേ ആ കോർട്ടിനെ സംബന്ധിച്ചവരെ ആ ജഡ്ജ് എന്ത് പറയുന്നോ അതാണ് ഫൈനൽ. അതുപോലെ നമുക്കും ഈ ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. അവളങ്ങനെയേ ഉള്ളൂ, അവളങ്ങനെ ഇരിക്കത്തുള്ളൂ. ആ വീട്ടിലെ പയ്യനാ, അതൊന്നും നേരെ ആവത്തില്ല. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ മുദ്രകൾ കുത്തിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതിൻ്റെ പേരാണ് ജഡ്ജ്മെൻറ്റ്. അങ്ങനെ നമ്മൾ ആരെയും ഒരു മുദ്ര കുത്തരുത്. ചിലപ്പം നാളെ അവർ നമുക്ക് സാധകമായിട്ട് സംസാരിക്കാം, നമുക്ക് സാധകമായിട്ടുള്ള രീതിയിൽ പെരുമാറാം, നമ്മളെ സഹായിക്കാം. ആരെ നമ്മൾ കൂടുതൽ വെറുക്കുന്നോ അവരായിരിക്കും നമുക്ക് ഉപകരിക്കാൻ പോകുന്നത് ഏതെങ്കിലും ഒരു രീതിയിൽ. നമ്മൾ ആരുടെ അടുത്ത് ഒരുപാട് സ്നേഹം കാണിച്ച് അവരെ ഒടുക്കം വരെ നമ്മളെ കൈവിടാതിരിക്കുമെന്ന് വിചാരിക്കുന്ന അവരായിരിക്കും പകുതിയിൽ വിട്ടേച്ച് പോകുന്നത്. എങ്ങനെയും എന്തും സംഭവിക്കാം. അപ്പോൾ എല്ലാത്തിനെയും ഒരു പാഠം പഠിക്കുന്ന ഒരു പാഠശാല എന്നുള്ള രീതിയിൽ എടുക്കുക. ഈ താമര ഇലയിലുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, തണ്ണി പോലെ അങ്ങനെ ഇങ്ങനെ എല്ലാവരുടെ അടുത്തും അഡ്ജസ്റ്റ് ചെയ്ത് ഒക്കുന്നവരെ സന്തോഷമായിട്ട് നമ്മൾ ജീവിക്കാൻ നോക്കുക. മറ്റവരെയും സന്തോഷമായിട്ട് ജീവിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിൽ നമ്മൾ മണ്ണിടാതിരുന്നാൽ മതി. ആരെയും സഹായിച്ചില്ലെങ്കിലും സാരമില്ല, നമ്മളെ കൊണ്ടാവുന്നത് രീതിയിൽ സഹായിക്കും. അപ്പം അങ്ങനെ വേണം നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ളത്. സഹനശക്തി, സ്നേഹം കാണിക്കുന്നത്, സ്നേഹം കൊടുക്കുന്നു, സ്നേഹം വാങ്ങിക്കുന്നു, അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഇതെല്ലാം നമുക്ക് അനുകമ്പം എല്ലാം പഠിക്കുന്നത് ഇതിൽ കൂടെയാണ്. അപ്പം യോഗാനന്ദ പരമഹംസ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഈച്ച് സോൾ യു മീറ്റ് ഈസ് എ മെസ്സഞ്ചർ. മെസ്സഞ്ചർ എന്ന് വെച്ചാൽ ദേവദൂതൻ. അപ്പം ഓരോ സോൾ നമ്മൾ
ലൈഫിൽ കാണുന്നതും ഒരു ദേവദൂതനാണ്. നമുക്ക് ഏതോ ഒരു അറിവ് തരാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ കടന്നു പോന്നു. അവർ ആരും പെർമനൻ്റായിട്ട് ഇരിക്കാൻ പോകുന്നില്ല, കടന്നു പോന്നു. അതിൽ നമ്മുടെ ഈ സിബ്ലിങ്സാണ് ഫസ്റ്റ്. അതായത് അമ്മ, അച്ഛൻ, അതൊരു ബന്ധം. അതിൻ്റെ അടുത്തതായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബന്ധമാണ് ഈ കൂടപ്പിറപ്പുകൾ. അപ്പം നമ്മളാലായ സഹായമൊക്കെ ചെയ്ത് നമ്മൾ നേരെ ചൊവ്വേ ജീവിക്കുക. മറ്റവർക്ക് എത്ര രീതിയിൽ നല്ല രീതിയിൽ സഹായിക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യുക. അവർ നമ്മളെ നമുക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞ് അവരെ മുദ്ര കുത്തി താത്തുകെട്ടേണ്ട കാര്യമോ അവരുടെ കൂടെ വഴക്കിടാനോ ഒന്നിനും പോകരുത്. എപ്പോഴും ഇതൊന്ന് ഓർക്കണം. അതായത് ഒന്നുമേ നിരന്തരമായിട്ടുള്ളതല്ല. ഇവിടെ ഏത് ബന്ധവും നിരന്തരമല്ല. അങ്ങനെ ഉള്ളപ്പം നമ്മൾ ബെസ്റ്റ് ഇതെല്ലാം പാഠം പഠിക്കാൻ വേണ്ടി കിട്ടിയ അനുഭവങ്ങൾ, ഓരോ അനുഭവവും ഒരു പാഠം എന്ന് വിചാരിച്ച് ഈ താമരയിലയിലെ തണ്ണി പോലെ ജീവിക്കുക. അപ്പം നമുക്ക് വലിയ മനപ്രയാസം വരത്തില്ല. നമുക്ക് സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം കിട്ടും. ഉള്ളത് വെച്ച് നമ്മളും സ്വസ്ഥമായിട്ട് ജീവിക്കുക. സമയം വരുമ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോകുക. നമ്മൾ പോയി ചേരേണ്ട സ്ഥലത്ത് ചേരുക. അത്രയേ ഉള്ളൂ. ഓക്കെ, നന്ദി, നമസ്കാരം.